ബഡി ഉണ്ണിയാളെ. അപ്പോൾ ഞാനിന്ന് വന്നേക്കണമെന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് പവർഫുൾ. ഞാൻ കഴിഞ്ഞ ദിവസമേ ഞാൻ പഠിച്ച ക്യാമ്പസ് തന്നെ ആറുകളിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂനിയേഴ്സ് പിള്ളേർ ഫൈൻ ആർട്സ് ഡിഗ്രി ഷോ എന്ന് പറയും, അതെല്ലാ ഫൈൻ ആർട്സ് കോളേജുകളും നടത്താറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയി കണ്ടു, സന്തോഷമായി, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇടകടന്നാണ് ഡിഗ്രി ഷോയുടെ പേര് അവരിട്ടിരിക്കുന്നത്. കൊള്ളാം, എല്ലാ രസമുണ്ട്. ഓരോ ബാച്ചിനും ഓരോ ഡിഗ്രി ഷോയ്ക്ക് ഓരോ പേരുകൾ, അതിൻ്റെതായ ഒരർത്ഥ തലങ്ങളുണ്ടായിരിക്കും. നമ്മളതിനെ കീറി മുറിക്കുന്നില്ല. എങ്കിലും രസമായിട്ട് നമ്മളത് കാണാൻ പറ്റി. ഞാനതിൻ്റെ ഒരു ഫുള്ള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുടക്കം ഇനാഗുറേഷൻ പരിപാടികളെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി, കാണാൻ പറ്റി. നമ്മൾ പിന്നെ ഒരിടത്ത് നിൽക്കത്തില്ല, ഇങ്ങനെ പാറ നടന്ന് നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പോയി ഇത് കാണാനും, അത് ആദ്യം അവസാന അറേഞ്ച്മെൻറ്റ് പരിപാടിയിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അവിടെ അത് കാണാനും എല്ലാം പറ്റി. കുറേ മാറ്റമുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങളൊക്കെ ഇന്ന സമയത്തിനേക്കാളും കൂടുതൽ മാറ്റമുണ്ട് ഇപ്പോഴത്തെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു സാധനം. ഡിസ്പ്ലേ ചെയ്തേക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ഡിസ്പ്ലേയും ആണ്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് അത്. കാഴ്ചക്കാരവിടെ ഉള്ളവർ എങ്ങനെ കാണുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പെയിൻറ്റിങ്ങും സ്കൾപ്ചറും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത് കാണുന്നവർക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് കാണാൻ പറ്റി. അപ്പോൾ ഒരു വിഷ്വൽ ഷൂട്ട് ചെയ്തേക്കാം, കാണിക്കാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. സിമ്പിൾ, പവർഫുൾ, കൊള്ളാം. അതിനുവേണ്ടി എല്ലാവരും എഫേർട്ടിട്ട് നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്ലൈ പിന്നെയും കണ്ടാ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ചെയ്തിരിക്കുന്ന കൊള്ളാം. ഞാനപ്പോൾ അത് നമുക്ക് അതിനകത്ത് പോകാം. ഭാഗമാണ് ഡിഗ്രി ഷോ എന്നുമെങ്കിലും മിക്കയിടത്തും അതൊക്കെ ഒരു കാലം കഴിക്കുന്ന പോലെയാണ് ഏർപ്പാട്. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ MA ഇംഗ്ലീഷും MA മലയാളവും MA തിയേറ്റർ ആർട്സും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്ര തലക്കെട്ടിനെ മുൻനിർത്തിയാണ്. ഇഴകൾ എന്ന് നിങ്ങൾ പേരിട്ടിരിക്കുന്നത് സത്യത്തിൽ കലയുടെ മർമ്മം അറിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഇഴകളെ സംബന്ധിച്ച് ചില സൂചനകൾ ഇവിടെ പറയുകയും ചെയ്തിരുന്നു. കേരളത്തിന്റെ